കാഴ്ച പരിമിതികൾ മറികടന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയ ജസീല ജന്നത്തിന് മയ്യന്നൂർ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരണം നൽകി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 40% കാഴ്ച പരിമിതികൾ മറികടന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയ ജസീല ജന്നത്തിന് മയ്യന്നൂർ പ്രദേശത്തെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മയ്യന്നൂർ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരണം നൽകി. മയ്യന്നൂർ ജസീല മൻസിലിൽ പരേതനായ കുഞ്ഞബ്ദുള്ളയുടെയും സൈനബയുടെയും മകളാണ് ജസീല. വില്യാപ്പള്ളി MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസും മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠിച്ചു. കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും നേടി. പിന്നീട് പാലക്കാട് ജോലി ചെയ്യുന്നതിനിടെയാണ് സിവിൽ സർവീസ് മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹം വർദ്ധിച്ചത്. കാഴ്ച പരിമിതിയെ ഓഡിയോ അധിഷ്ഠിത പഠന രീതികൾ, വോയിസ് ടു ടെക്സ്റ്റ് ടൂളുകൾ, സഹപാഠികളുമായി ചേർന്നുള്ള ചർച്ചകൾ എന്നിവയിലൂടെയാണ് മറികടന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു, സ്വീകരിക്കുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് വടകര എത്തുന്നവരെ എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും, ഞാൻ ഇറങ്ങുന്നില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ വന്ന് കണ്ട് ഇത്രയും മൊമെൻറ്റും ഇത്രയും സ്നേഹവും ഇത്രയും സന്തോഷവും തന്നില്ല. ഒരുപാട് 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 നന്ദി എല്ലാവർക്കും. ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കാൻ, ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായി. അപ്പോൾ അത്രയും സമയം നോമ്പും കൂടെ ആയിട്ടും ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. എസ്പെഷ്യലി എൻ്റെ ഈ ഒരു ജേണിയിൽ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മ, എൻ്റെ ഇത്താത്തമാരുടെ മക്കൾ, എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഈ വിജയം. എല്ലാത്തിനും ഉപരി എൻ്റെ നാട്ടുകാർ, എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വടകരയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി മഹൽ പ്രസിഡന്റ് TK ഉസ്മാൻ ഹാജി വരയാലിൽ, മൊയ്തു ഹാജി, ഭാരവാഹികളായ കക്കാട്ട് അബ്ദുൽ അസീസ്, ഡോക്ടർ ഉസ്മാൻ കക്കാട്ട്, ഡോക്ടർ അബ്ദുൽ സലാം KK, ഡോക്ടർ അഫ്സൽ ഉസ്മാൻ, ജമാൽ മാസ്റ്റർ, സാബിത് സന, കബീർ കയാല, OP മൊയ്തു തുടങ്ങിയവർ പങ്കെടുത്തു. മയ്യന്നൂർ മഹലിൻ്റെയും ജന്മനാടിൻ്റെയും കൂടിയുള്ള ആദരവാണ്. അത് തന്നെയുമല്ല, ഇവളെ ബാപ്പ കുറച്ച് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരിക്കുന്നു. പിന്നീടുള്ള ഈ ജസീലാൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഈ ഇത്രയും ഉയർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതിൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലുള്ള നമ്മളെ പല കുട്ടികളും ഇങ്ങനെ പഠിച്ച് ഈ ഒരു വലിയ സ്ഥാനത്ത് എത്തി ഇതുപോലുള്ള പരിപാടി കൊടുക്കാൻ നമ്മളെ നാട്ടിലും നമ്മളെ മഹല്ല് കമ്മിറ്റിക്കും എല്ലാം സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്ത്, മറ്റേ MES ഒരുപാട് സന്തോഷത്തോടുകൂടി ആദരവോടുകൂടി സ്വീകരിച്ച ജന്നത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഭാവിയിലും ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ജസീലയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും സ്വീകരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.